വീക്ക്ലി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് വൻ ലഹരി മരുന്ന് വേട്ട. 450 ഗ്രാം ഹാഷിഷുമായി കർണാടക സ്വദേശി പിടിയിൽ. കാസർഗോഡ് ജില്ലയിൽ 41 ദിവസത്തിനുള്ളിൽ 304 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചു. അക്കര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ചെർക്കളയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് അക്കര ഫൗണ്ടേഷൻ നടത്തിവരുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് ബോധവത്കരണമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA ധർണ. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റോർക്ക് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്നും തുടക്കമായി. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 14 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 28-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. പഴമക്കാരെയും പുതുരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയാനും വാർദ്ധക്യം രോഗമായി കാണരുതെന്ന് സമൂഹത്തെ അറിയിക്കാനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആണ്ടുമഹോത്സവത്തിന് തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വൻ ലഹരി മരുന്ന് വേട്ട. 450 ഗ്രാം ഹാഷിഷുമായി കർണാടക സ്വദേശി പിടിയിൽ. കന്യാന മടക്കുഞ്ച സ്വദേശി മണ്ണംകുഴി തൈക്കുന്നിൽ താമസക്കാരനുമായ കലന്തർ ഷാഫിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫി. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷ് എക്സൈസ് പിടികൂടി. ഒരാൾ പിടിയിലായി, ഒരാൾ ഓടിപ്പോയി. കർണാടക കന്യാന മടക്കുഞ്ച സ്വദേശിയും മണ്ണംകുഴി തെക്കക്കുന്ന് താമസക്കാരനുമായ കലന്തർ ഷാഫിയെയാണ് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ J. ജോസഫും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് പിടികൂടിയത്. മണ്ണംകുഴി തെക്കേക്കുന്ന് നടന്ന വാഹന പരിശോധനയിൽ സ്വിഫ്റ്റ് കാറിൽ 130 ഗ്രാം ഹാഷിഷ് കണ്ടെത്തുകയായിരുന്നു. സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫും പാർട്ടിയും കൊടിവേൽ വില്ലേജിൽ മണ്ണംകുഴി തെക്കേക്കുന്ന് ദേശത്ത് ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പട്രോൾ ചെയ്യവേ പെട്ടെന്നൊരു വെളുത്ത സ്വിഫ്റ്റ് കാറ് നമ്മുടെ എക്സൈസ് വണ്ടി കണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയി. ഈ വാഹനത്തെ എക്സൈസ് ഇൻസ്പെക്ടറും പാർട്ടിയും പിന്തുടർന്ന് പോയപ്പോൾ വാഹനം പെട്ടെന്ന് ഒരു മതിലിന് സമയം ഇടിച്ചു നിർത്തി വണ്ടിയിൽ ഇരുന്നയാൾ ഓടിപ്പോയി. വണ്ടിയിലുണ്ടായിരുന്ന കലന്തർ ഷാഫി എന്നയാളെ പുറത്തിറക്കി വാഹനം പരിശോധിച്ചപ്പോൾ കാറിനകത്ത് 130 ഗ്രാം ആഷിഷ് കണ്ടെടുത്തു. തുടർന്ന് കലന്തർ ഷാഫിയെ ചോദ്യം ചെയ്തപ്പോൾ ഓടിപ്പോയയാൾ മൊയ്തീൻ യാസർ എന്നയാളാണെന്നും അയാളുടെ വീട് പുച്ചത്തവയൽ എന്ന സ്ഥലത്താണെന്നും അറിയിച്ചതിനെ തുടർന്ന് ഈ പ്രതി കലന്തർ ഷാഫിയെയും കൂട്ടി മൊയ്തീൻ യാസറിൻ്റെ വീട്ടിൽ പോയി പരിശോധിക്കുകയും അവിടെ നിന്ന് 320 ഗ്രാം ആഷിഷ് കണ്ടെടുക്കുകയും ചെയ്തു. ആകെ 450 ഗ്രാം ആഷിഷ് കണ്ടെടുത്തിട്ടുണ്ട്. പരിശോധന നടത്തുന്നതിനിടെ കാറിലുണ്ടായിരുന്ന പച്ചത്തുവയൽ സ്വദേശി മൊയ്തീൻ യാസർ ഓടിപ്പോയി. കലന്തർ ഷാഫിയുടെ മൊഴിയെ തുടർന്ന് യാസറിൻ വീട്ടിലെ കിടപ്പുമുറിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 320 ഗ്രാം ഹാഷിഷ് കൂടി കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച കലന്തർ ഷാഫിയെ 100 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV മുരളി, പ്രിവന്റീവ് ഓഫീസർമാരായ UK നൌഷാദ്, C. അജീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഞ്ജുനാഥൻ V, അതുൽ TV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റീന V, ഡ്രൈവർ സജീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 41 ദിവസത്തിനുള്ളിൽ 304 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചു. ലഹരിക്കെതിരെ ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ ലഹരിക്കെതിരെ നടപടി കർശനമാക്കി പോലീസ്.
ഫെബ്രുവരി 22 മുതൽ മാർച്ച് 31 വരെ നടന്ന പരിശോധനയിൽ 304 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചു. ബൈറ്റ്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കുറവ് കേസുകൾ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മഞ്ചേശ്വരം 27, കുമ്പള 16, കാസർഗോഡ് 35, വിദ്യാനഗർ 23, ബദിയടുക്ക 22, ബേക്കൽ 35, മേൽപ്പറമ്പ് 19, ആദൂർ 11, ബേടകം 14, അമ്പലത്തറ 8, രാജപുരം 12, നീലേശ്വരം 10, ചന്ദേര 20, ചീമേനി 3, വെള്ളരിക്കുണ്ട് 3, വനിതാ പോലീസ് സ്റ്റേഷൻ 4 എന്നിങ്ങനെയാണ് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ. വാണിജ്യ വിഭാഗങ്ങളിൽ 6ഉം ചെറുകിട ഇടത്തരം വിഭാഗങ്ങളിലായി 31 കഞ്ചാവ് ബീഡിയും MDMAയും ഉപയോഗിച്ചതിനുമായി 267 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനാൽ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കണമെന്ന് പോലീസ് പറഞ്ഞു. ലഹരിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സ്റ്റേറ്റ് വൈഡ് ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസമായി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാസർഗോഡ് ജില്ലയിൽ 304 കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. 312 ആൾക്കാർ ഈ കേസുകളിൽ അറസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ഭാഗമായി 25 സ്മോൾ ക്വാണ്ടിറ്റി NDPS കേസുകളും 6 മീഡിയം ക്വാണ്ടിറ്റി കേസുകളും 5 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളും പിന്നെ ഗഞ്ചാവ് ബീഡിയും പിന്നെ MDMA ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത 267 കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ കേസുകളിൽ ഒരു കേസിൽ സ്കൂൾ കുട്ടികൾ ഗഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം റിപ്പോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾ എന്താണ് അവരുടെ ബിഹേവിയറിൽ മാറ്റമുണ്ടോ, അവർ ബാഗിൽ എന്താണോ ഗഞ്ചാവോ ഇല്ല MDMA ഇങ്ങനെ ഇത് സബ്സ്റ്റൻസസ് ക്യാരി ചെയ്യുന്നുണ്ടോ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. ലഹരി വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ 9497 964422 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അക്കര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ചെർക്കളയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് അക്കര ഫൗണ്ടേഷൻ നടത്തിവരുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് ബോധവത്കരണമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ചെർക്കള ടൗണിൽ നടക്കുക. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കുള്ള ഐക്യദാർഢ്യമായി മനുഷ്യച്ചങ്ങല, ഓട്ടിസം അവബോധ സദസ്സ് എന്നിവ പ്രധാന പരിപാടിയായിരിക്കും. നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. അക്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യമുയർത്തിക്കൊണ്ടാണ് പരിപാടി വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പൊതുയിടത്ത് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൊതുജനങ്ങളുടെ അതിനെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ ഒക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ അവരോടുള്ള മനോഭാവം, ഏറ്റവും പ്രത്യേകത്ത് ആ ഒരു മനോഭാവം ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഓട്ടിസമുള്ള ആളുകളോട് പൊതുസമൂഹവും ജനങ്ങളും പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി മനുഷ്യച്ചങ്ങല എന്ന രീതിയിലേക്ക് നമ്മളതിലേക്ക് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, അതുപോലെ പ്രൊഫഷണൽസുകൾ എല്ലാവരെയും ഞങ്ങളിതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA, അതോടൊപ്പം തന്നെ നെല്ലിക്കുന്ന് MLA, അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ പോലീസ് മേധാവി ഇവരൊക്കെ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസിർ, ക്ലിനിക്കൽ ഡയറക്ടർ ജിനിൽ രാജ്, കമ്മ്യൂണിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ത്വൽഹത്ത്, കമ്മ്യൂണിറ്റി ഫെസിലേറ്റർ സനിക KV, അക്കര ഫൗണ്ടേഷൻ രക്ഷിതാക്കളുടെ പ്രതിനിധി ഷഫീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA ധർണ. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി.
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധത്തിനെതിരെ KSSPA കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോസ്ദുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അവകാശ പോരാട്ടം, നമ്മുടെ പെൻഷൻകാർക്ക് കിട്ടാനുള്ളത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടനെ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ ഭാഗമായി തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3-ഉം 4-ഉം ഗഡുകൾ ഉടനെ വിതരണം ചെയ്യുക, ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക. KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും KSSPA ജില്ലാ കമ്മിറ്റി അംഗവുമായ KP ബാലകൃഷ്ണൻ, KV രാജേന്ദ്രൻ, KP മുരളി, K കുഞ്ഞികൃഷ്ണൻ പെരിയ, K ബലരാമൻ എന്നിവർ സംസാരിച്ചു. നിയോജകമണ്ഡലം സെക്രട്ടറി NK ബാബുരാജ് സ്വാഗതവും കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ മോനാച്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്നും തുടക്കമായി. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 14 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 28-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. കാർഷിക മേഖലയിൽ നവോത്ഥാന പരിവർത്തനങ്ങൾ ആവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരം രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരകത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാർഷിക നവോത്ഥാന യാത്ര ആരംഭിച്ചു. ഭാരതീയ കിസാൻ സംഘ് ദേശീയ സംഘടനാ സെക്രട്ടറി ദിനേശ് കുൽക്കർണി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന് പതാക കൈമാറി. കേരളത്തിൽ ആവശ്യമായ അരിയുടെ 5-1 പോലും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി കാർഷിക വളർച്ചാ നിരക്കിൽ മൈനസ് സൂചിക കാണിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. കാർഷിക വളർച്ചാ മുരടിപ്പും അതുപോലെ മാന്ദ്യവും അടിമുടി കേരളത്തിലെ കാർഷിക മേഖലയെ ഗ്രസിച്ചുകൊണ്ടിരിക്കെ കർഷക സമൂഹത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല. കർഷകൻ കൊടും ദാരിദ്ര്യത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ നിന്നൊരു മോചനം വേണം. കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും കാർഷിക മേഖലയിലേക്ക് അവരുടെ മനസ്സിനെ ആനയിക്കുന്നതിനും എല്ലായിടം കൃഷിയിടം, എല്ലാവരും കർഷകർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഭാരതീയ കിസാൻ സംഘ് ഈ കാർഷിക നവോത്ഥാന യാത്ര സംഘടിപ്പിക്കുകയാണ്. കൊണ്ടേവൂർ ആശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച യാത്ര 2 ദിവസം കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തും. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 2500 കിലോമീറ്റർ സഞ്ചരിച്ച് 14 ജില്ലകളിലൂടെയും 152 ബ്ലോക്കുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെയും കടന്നുപോകും. യാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ കർഷകരെ ആദരിക്കും. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷിയിടങ്ങൾ, കോൾനിലങ്ങൾ എന്നിവ യാത്രയുടെ ഭാഗമായി സന്ദർശിച്ച് 2 ലക്ഷം കർഷകരുമായി നേരിട്ട് സംവദിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഴമക്കാരെയും പുതുരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയാനും വാർദ്ധക്യം രോഗമായി കാണരുതെന്ന് സമൂഹത്തെ അറിയിക്കാനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യം എന്നത് ജീവിതാവസ്ഥയാണെന്നും വയോധികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ തലമുറയിലുള്ളവരെ പഴയ തലമുറയിലുള്ളവർക്കൊപ്പം ഒരുമിച്ച് ചേർത്തത്. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂർ കുടുംബശ്രീ CDS ഹാളിൽ പുതുതലമുറയിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും വയോജന അയൽക്കൂട്ട അംഗങ്ങളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് എന്ന നിലയിലുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെ കൂടിപ്പിരിയുക എന്നത് മാത്രമാണ് പലപ്പോഴും ഈ കുടുംബശ്രീകളുടെ യോഗങ്ങളിൽ ഉണ്ടാകാറുള്ളത്. യഥാർത്ഥത്തിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ സർക്കാർ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. സർക്കാരിൻ്റെ ഫണ്ടിൽ 5% വയോജനങ്ങൾക്ക് നീക്കി വെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ആ 5% എന്താണ് എന്നോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ വയോജനങ്ങൾക്കാണ്. പക്ഷേ വയോജന ഗ്രാമസഭയിലോ വയോജനങ്ങളുടെ പങ്കാളിത്തത്തിലോ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല എന്നതാണ് വസ്തുത.
CDS അധ്യക്ഷ M. മാലതി അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ M. ഖൈറുന്നീസ, CDS അംഗം ശ്രീജ സന്തോഷ്, N. ഹാജിറ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് AEO KV രാഘവൻ മാസ്റ്റർ, ഷംസുദ്ദീൻ IT, M. മാലതി, C. രജിത എന്നിവർ ക്ലാസ് എടുത്തു. വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തും. തലമുറ സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് പാരിതോഷികങ്ങളും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആണ്ടുമഹോത്സവത്തിന് തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. കാഞ്ഞങ്ങാട് ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രം പ്രതിഷ്ഠാദിനവും ആണ്ടുമഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. പ്രപഞ്ച ശരീരത്തിന്റെയും വ്യക്തി ശരീരത്തിന്റെയും പ്രത്യക്ഷ പ്രതീകങ്ങളത്രേ ക്ഷേത്രങ്ങൾ. നമ്മുടെ പൂർവീകരായ ഋഷിവര്യന്മാരാൽ സന്തുഷ്ടമാക്കപ്പെട്ട സനാതന സംസ്കാരത്തിന്റെ പ്രതിഫലനങ്ങളായ ക്ഷേത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമാണ് ബല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രം. പ്രകൃതിയുടെ കനിവുകൾ ഈശ്വര ചൈതന്യത്തിന്റെ വരദാ. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര എത്തിയത്. നിരവധി ആളുകളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ 36-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CH കുഞ്ഞബ്ദുള്ള ഹാജി സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കുത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ 36-ാം വാർഡ് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് CH കുഞ്ഞബ്ദുള്ള ഹാജി സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചത്. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കുത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ആരും മരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അപ്പം ജിബ്രീൽ തങ്ങളോട് ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കുഞ്ഞബ്ദുള്ളാജിനെയും കാണാം. അതേപോലെ നമ്മളെ വെള്ളക്കടപ്പുറത്തെ പുത്തൂർ മുഹമ്മദ് കുഞ്ഞാജീനെ ഒന്ന് കാണണം, C. ഇബ്രാഹിം ഹാജിനെ കാണണം. അങ്ങനെ ഞങ്ങൾ 3-4 പേരെ കാണാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെട്ടു. കുഞ്ഞബ്ദുള്ളാജിൻ്റെ വീട്ടിൽ വന്നു. കുഞ്ഞബ്ദുള്ളാജിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞബ്ദുള്ളാജി കിടപ്പിലാണ്. അപ്പോൾ ഡയാലിസിസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ മൂപ്പർക്ക് എവിടെയാണ് ഡയാലിസിസ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞു കുഞ്ഞബ്ദുള്ളാജിക്ക് നമ്മൾ CS സെൻ്ററിൽ ഡയാലിസിസ് നടക്കുന്നുണ്ട്, നമുക്ക് ആടെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾ സൗകര്യമാക്കുന്നുണ്ട്. ഞാൻ അഹമ്മദ്യാജിനെ വിളിച്ചപ്പോൾ അഹമ്മദ്യാജി പറഞ്ഞു കുഞ്ഞബ്ദുള്ളാജിക്ക് കഴുത്തിനാണ് ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് കഴുത്തിന് ചെയ്യേണ്ട സൗകര്യമില്ലല്ലോ എന്നുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ 36-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ CH കുഞ്ഞബ്ദുള്ള ഹാജി സർവകക്ഷി അനുശോചന യോഗത്തിൽ വാർഡ് കൗൺസിലർ 7 സ്റ്റാർ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുബാറക് ഹസൈനാർ ഹാജി, രാമചന്ദ്രൻ മുറിയനാവി, PC മുകുന്ദൻ, KT ബാലൻ, BM മുഹമ്മദ് കുഞ്ഞി, ഷിഹാബ് മാസ്റ്റർ, KK ബദറുദ്ദീൻ, CH അഹമ്മദ് കുഞ്ഞി ഹാജി, KH ഷംസുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി, ഫാസിൽ മൊയ്തു, സവാദ് കല്ലൂരാവി, ഷമീം MA തുടങ്ങിയവർ സംസാരിച്ചു. നാസർ മാസ്റ്റർ കല്ലൂരാവി സ്വാഗതവും അഷ്റഫ് PM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം അഴീക്കോടൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണീശ്വരത്തിന്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A. അശോകൻ പുസ്തക പരിചയം നടത്തി. രാവണേശ്വരം അഴീക്കോടൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A. അശോകൻ പുസ്തക പരിചയം നടത്തി. RSSന്റെയും ഹിന്ദു ദേശീയതയുടെയും ഉദ്ഭവവും വികാസവും അധികാരവും ചർച്ച ചെയ്യുന്ന ആധികാരികമായ പഠനമാണ് രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ പുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ വരികളെ മാത്രമല്ല വരികൾക്കിടയിലൂടെ വായിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ തലവാചകം ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്നാണ്. നിഴലിൽ ഇതാണ് അതിൻ്റെ മെയിൻ തലവാചകം. അവിടെ ഈ നിഴലുണ്ടല്ലോ, നമ്മൾ പേടിക്കണം. നിഴലിനെ പോലും പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം 3 പ്രമേയങ്ങളാണ് ഇതിനകത്തുള്ളത്: ഹിന്ദുത്വം, ഉദ്ഭവം, വികാസം, അധികാരം. അത് 3 വളരെ ആഴത്തിലുള്ള പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന 3 വാക്കുകളാണ്. പ്രേംകുമാർ, മിനി, TV ബാലചന്ദ്രൻ, K. ശശി, പത്മ പവിത്രൻ,
രവീന്ദ്രൻ KV, അഭിലാഷ് T എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പുസ്തകത്തിന്റെ രചനാനുഭവം എഴുത്തുകാരൻ വിശദീകരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി TC ദാമോദരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗ്രന്ഥാലയം പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ സുരേഖ നന്ദകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ ബ്ലോക്കായി പ്രഖ്യാപിച്ചു. E. ചന്ദ്രശേഖരൻ MLA പ്രഖ്യാപനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായുള്ള പ്രഖ്യാപനവും കലാസംഘങ്ങൾക്ക് വാദ്യോപകരണ വിതരണ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. എല്ലാ ബ്ലോക്കുകളും പ്രഖ്യാപിച്ചിട്ട് വേണം നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രഖ്യാപനങ്ങൾ നടത്തണം, നമ്മൾ വലിയ ശ്രമം അതിന് നടത്തുന്നുണ്ട്, യാതൊരു സംശയമില്ലാതെ പറയാം. പഴയ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായി മാലിന്യമുക്തമായി കൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായ അർത്ഥത്തിൽ മാലിന്യമുക്തമാണെന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ പറഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നും എടുക്കുന്നതെല്ലാം ചില വഴിയോരങ്ങളിൽ കാണാം. അതെല്ലാം അവിടെ നിന്ന് മാറ്റാതെ നടത്തുള്ള കാലം ഇത് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. കലാസംഘങ്ങൾക്കുള്ള വാദ്യോപകരണ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. K. വിജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുൾ റഹ്മാൻ, ഹരിത കേരള റിസോഴ്സ് പേഴ്സൺ K. ബാലചന്ദ്രൻ, പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ശ്രീലത സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S. ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പ്രശംസാപത്ര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രം നവീകരണ കലശധ്വജ പ്രതിഷ്ഠ, കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ദേവപ്രതിഷ്ഠ നടന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾ ദർശിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. ഭക്തിയുടെ നിറവിൽ ദേവപ്രതിഷ്ഠ നടന്നു. ശേഷം മുളപ്പൂജ, നിയമം നിശ്ചയിച്ച് നട അടക്കൽ, മണ്ഡപത്തിൽ പൂജ എന്നീ പൂജാതി കർമ്മങ്ങൾ നടന്നു. പൂജാതി കർമ്മങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് GLP സ്കൂൾ കോട്ടച്ചേരിയുടെയും കുന്നുമ്മൽ അംഗൻവാടിയുടെയും വാർഷികാഘോഷവും യാത്രയയപ്പും നടന്നു. കുട്ടികളുടെ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. കോട്ടച്ചേരി GLP സ്കൂളിന്റെയും കുന്നുമ്മൽ അംഗൻവാടിയുടെയും വാർഷികാഘോഷവും യാത്രയയപ്പും വിവിധ പരിപാടികളോടെയാണ് നടന്നത്. MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി സമ്മാനദാനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർ KEO മിനി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ അസിസ്റ്റന്റ് രജനി M. റിപ്പോർട്ട് അവതരണം നടത്തി. M. ശോഭന, M. ബാലകൃഷ്ണൻ, M. ബാലചന്ദ്രൻ, പീതാംബരൻ A., രശ്മി ദാമോദരൻ, പ്രജിത, അനിത, കൃഷ്ണ, അംബിക V., സുമ KT എന്നിവർ സംസാരിച്ചു. M. സേതു സ്വാഗതവും സുമ KT നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറി. കുട്ടികൾ അവതരിപ്പിച്ച നൃത്തസന്ധ്യ ഏറെ ആസ്വാദകരമായി. തുടർന്ന് MPTA SSG അംഗങ്ങളുടെ നൃത്തവും കൈകൊട്ടിക്കളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ടെക്സ്റ്റൈൽ രംഗത്തെ ഫാഷന്റെ പര്യായമായി മാറിയ ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഷോറൂമിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ശ്രീവിദ്യ M.നെ ചടങ്ങിൽ ആദരിച്ചു. ടെക്സ്റ്റൈൽ രംഗത്തെ ഫാഷന്റെ പര്യായമായി മാറിയ ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഷോറൂമിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ശ്രീവിദ്യ M.നെ ആദരിച്ചു. വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാനായി കസ്റ്റമേഴ്സിനായി ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർച്ചേസ് ആണ്. 149 മുതൽ തുടങ്ങുന്ന ലേഡീസ് വെയർ, 145 രൂപ മുതലുള്ള കിഡ്സ് വെയർ, 199 രൂപ മുതലുള്ള സാരികൾ, 199 രൂപ മുതലുള്ള ജെൻസ് വെയർ എന്നിവയാണ് ഈ വർഷത്തെ വിഷു ഈസ്റ്ററിന്റെ ഹൈലൈറ്റ്.
ഷോറൂമിൽ നടന്ന വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. പറയുന്ന തരത്തിലുള്ള ഒരു പരസ്യവാചകങ്ങളല്ലാതെ പറയുന്ന വാക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇമ്മാനുവൽ സിൽക്സിലുള്ള വിശ്വാസം. അത് ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോ ഉത്സവാഘോഷങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നു എന്നുള്ളതും ആ മാനേജ്മെന്റിന്റെ ഒരു വിജയമാണ്. ആ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഇമ്മാനുവലിനെ നാരായണനുള്ള വരുമ്പോൾ തന്നെ പറഞ്ഞു ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇവിടെ ഒരു തവണ വന്നിട്ടുള്ളവരെല്ലാം തന്നെ പിന്നെയും ഇവിടേക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു സേവനം ഇവിടുത്തെ ജീവനക്കാരായാലും അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നുള്ള അഭിപ്രായം. ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവ് ശ്രീവിദ്യ എമ്മിനെ മൊമെന്റോ നൽകി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ആദരിച്ചു. ചടങ്ങിൽ ഇമ്മാനുവൽ സിൽക്സ് CEO TO ബൈജു, TP സക്കറിയ, CP ഫൈസൽ, മുത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് T തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചന്ദിരയിൽ നിന്നും തൃക്കരിപ്പൂർ വഴി ഒളവറ വരെയുള്ള പ്രധാന പാതയിൽ അനുബന്ധ സൗകര്യ വികസനം നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി M രാജഗോപാലൻ MLA അറിയിച്ചു. ഇന്റർലോക്ക് നടപ്പാത, ഐറിഷ് ഡ്രെയിൻ കവർ സ്ലാബ്, ഹാൻഡ് റെയിൽ തുടങ്ങിയ പ്രവൃത്തികളാണ് 1.5 കോടി രൂപ വിനിയോഗിച്ച് നടത്തുക. ചന്ദേര ഒളവറ മെക്കാടം പാതയിൽ അനുബന്ധ സൗകര്യ വികസനത്തിനായാണ് 1.5 കോടിയുടെ ഭരണാനുമതിയായതെന്ന് M രാജഗോപാലൻ MLA അറിയിച്ചു. 100 മീറ്റർ നീളത്തിൽ കാലിക്കടവ് മുതൽ തങ്കയം ജംഗ്ഷൻ വരെയുള്ള 16 പ്രധാന കേന്ദ്രങ്ങളിലാണ് നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിച്ചത്. തങ്കയം മുക്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മരങ്ങൾ മുറിച്ചുമാറ്റുകയും വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കുകയും വീതി വർദ്ധിപ്പിച്ച് ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് അപകടം ഇല്ലാതാക്കാനുള്ള പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടും. ഇതോടൊപ്പം സ്കൂൾ മേഖലയിലെ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഗവൺമെന്റ് VHSന് സമീപവും കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപവും ടൈലോട് കൂടിയ നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ കൂടി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഇതിനു പുറമെ 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് കാലിക്കടവ് മുതൽ ഒളവറ വരെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്റർലോക്ക് നടപ്പാത, കോൺക്രീറ്റ് നടപ്പാത, ഡ്രെയിനേജ് നിർമ്മാണം, ഡ്രെയിൻ കവർ സ്ലാബ് എന്നിവ സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. 3 സ്കീമുകളിലായി 3.75 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുക. എല്ലാം പൂർത്തിയാകുമ്പോൾ കാലിക്കടവ് മുതൽ ഒളവറ വരെ മിക്കവാറും എല്ലായിടത്തും ഇന്റർലോക്ക് കോൺക്രീറ്റ് നടപ്പാതകളും ഓവുചാലുകളും സ്ഥാപിക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുച്ചിലോട്ട് GLP സ്കൂളിലെ യാത്രയയപ്പ് സമ്മേളനവും 97ാം വാർഷികാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കിഴക്കുംകര GLP സ്കൂൾ മുച്ചിലോട്ട് യാത്രയയപ്പ് സമ്മേളനവും 97ാം വാർഷികാഘോഷവും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ വിവിധ രൂപത്തിലേക്കുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഈ സമീപകാലത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട് ഒരു ഗ്രാമമാകെ ഒലിച്ചു പോയപ്പോൾ അവിടെ നിലനിന്ന ഒരു കെട്ടിടം എന്താണ് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ കെട്ടിടം ആ പ്രദേശത്തെ ഒരു സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു എന്നുള്ളത്. ആ കെട്ടിടം ഒഴിച്ച് ആ പ്രദേശത്തുള്ള സർവ്വതും ഒലിച്ചുപോയി എന്നുള്ളതാണ്. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A ദാമോദരൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ KV ലക്ഷ്മി, ബേക്കൽ AEO അരവിന്ദ് K, ബേക്കൽ BRC BPC ദിലീപ് കുമാർ KM, K വിശ്വനാഥൻ, സവിത K, വിജയൻ ചെരിച്ചൽ, MV രാഘവൻ, PV ബാലകൃഷ്ണൻ, വിജയകുമാർ MK, രാകേഷ് K, രഞ്ജിത്ത് P, വിജേഷ്, കുമാരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ രാജീവൻ മണൽ സ്വാഗതവും മുഹമ്മദ് ഫവാസ് നന്ദിയും പറഞ്ഞു.
തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഡാൻസ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വൻ ലഹരി മരുന്ന് വേട്ട. 450 ഗ്രാം ഹാഷിഷുമായി കർണാടക സ്വദേശി പിടിയിൽ. കാസർഗോഡ് ജില്ലയിൽ 41 ദിവസത്തിനുള്ളിൽ 304 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചു. അക്കര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ചെർക്കളയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കും. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് അക്കര ഫൗണ്ടേഷൻ നടത്തിവരുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് ബോധവത്കരണമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA ധർണ. കേരള സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെ KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര മഞ്ചേശ്വരത്ത് നിന്നും തുടക്കമായി. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 14 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 28-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. പഴമക്കാരെയും പുതുരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയാനും വാർദ്ധക്യം രോഗമായി കാണരുതെന്ന് സമൂഹത്തെ അറിയിക്കാനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വല്ലത്ത് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആണ്ടുമഹോത്സവത്തിന് തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കളമറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.